ഒടുവിൽ ഹമാസ് തീവ്രവാദികളും കീഴടങ്ങലിന്റെ പാതയിലേക്ക് എത്തുന്നു. നേരത്തെ ഹിസ്ബുള്ള കീഴടങ്ങിയതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസിന്റെ ഈ കീഴടങ്ങൽ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇന്നലെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഹമാസിന് നേരെ ഭീഷണിയുടെ സ്വരത്തിൽ താക്കീത് നൽകിയിരുന്നു. അടുത്ത വർഷം ജനുവരി 20-ന് താൻ സത്യപ്രതിജ്ഞതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഹമാസ് ഉൾപ്പെടെയുള്ള പലരും, പേരെടുത്ത് പറയാതെയാണ് ട്രംപ് പറഞ്ഞെങ്കിൽ പോലും, നരകം കാണും എന്നാണ് വീണ്ടും ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ആരും ഭയക്കേണ്ട കാര്യമില്ലെന്നും കൃത്യമായി തന്നെ എല്ലാ ബന്ദികളെയും എത്തിച്ചിരിക്കും എന്നും ട്രംപ് ഉറപ്പു പറയുന്നുണ്ട്. ഇവിടെ ഹമാസിന് പേടിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവർ ഏറ്റവും ഭയപ്പെടുന്നത് ഒരുപക്ഷെ ഒന്നാം ഘട്ടം ബന്ദിമോചനം കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ആഞ്ഞടിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ചർച്ചകൾ നീണ്ടുപോവുകയാണ്. അമേരിക്കയും ഈജിപ്തും ഖത്തറുമൊക്കെ മുൻകൈയെടുത്ത് ചർച്ചകൾ തുടരുന്നു, ബന്ദിമോചനം സംബന്ധിച്ചും വെടിനിർത്തൽ സംബന്ധിച്ചും ഒക്കെ തന്നെ. അടുത്ത മാസം 20-ന്, അതായത് 2025 ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനു മുമ്പ് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും യാതൊരു ഉറപ്പും ഒരു ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുമില്ല. അങ്ങനെ ആദ്യഘട്ടം ബന്ദികളെ വിട്ടയക്കുന്നതിന്റെ തൊട്ടു പിന്നാലെ ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ഭയം ഹമാസിനുണ്ട്.